വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ 2 ദിവസത്തെ പ്രസ്താവനകൾ കണ്ടപ്പോൾ സരസനായ ഒരാൾ പറഞ്ഞത് വലത്തോട്ട് തിരിഞ്ഞ ഈ വണ്ടി ഒറ്റ തിരിവ് തിരിഞ്ഞ് ഇടത്തോട്ടോടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട്. പല സമയത്തും അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ നിലപാടുകൾ പിന്നീട് എടുത്തിട്ടൊക്കെയുണ്ട്. അത് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ പ്രത്യേകതയാണത്. ബട്ട് ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയാറുമുണ്ട്. ഇടയ്ക്ക് ഒരു വെടി പൊട്ടിക്കും, പിന്നെ നിശബ്ദനാകും. ചിലപ്പോൾ അതിനെതിരെ അത്രയും ശക്തമൊന്നും ആയിരിക്കില്ല തിരിഞ്ഞുള്ളത്. പിണറായി വിജയൻ നന്മ നിറഞ്ഞൊരു മനുഷ്യനാണ്. ഇത്രയും പറഞ്ഞാൽ ഒരാശ്വാസമാകും. പിന്നെ പുള്ളി കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് പാണക്കാട് തങ്ങളെ കയറി കാണും. ചോദിച്ചാൽ പറയും ഒന്ന് ചായ കുടിക്കാൻ അവിടെ കയറിയതാണ് എന്ന് പറയും. അതോടെ വീണ്ടും ടെമ്പറേച്ചർ കുറയും. പക്ഷേ ഈ പറഞ്ഞത് തീർത്തും അദ്ദേഹം തിരിച്ച് പറയില്ല. പിന്നെയും മാസങ്ങൾ പോകും, വീണ്ടും ഇത് പറയും. കാരണം ഇത് ഉള്ളിൽ കിടപ്പുണ്ട്. ഇതിപ്പോഴല്ല, ഇതിനു മുമ്പ് അദ്ദേഹം BDJS ഉണ്ടാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കേരള യാത്ര നടത്തിയിരുന്നു. അന്ന് ആലുവയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തി. നൗഷാദിൻ്റെ വിഷയം അല്ലേ? അതിൻ്റെ പേരിലാണ് കേസെടുത്തത്. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ് കേസെടുത്തോ എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ്റെ പേരിൽ എന്ത് കേസെടുക്കാൻ, എന്ത് ചെയ്യാൻ പോകാം? ഒന്നും ചെയ്യാനൊന്നുമില്ല. ബട്ട് വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യം സത്യമാണ്. അത് എന്തുകൊണ്ടോ ആളുകൾ മനസ്സിലാക്കുന്നില്ല. 30% കൂടുതൽ മുസ്ലിം ജനസംഖ്യ വരികയാണെങ്കിൽ ആ പ്രദേശത്ത് മുസ്ലിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് ത്രൂ ഔട്ട് ദ വേൾഡ് അവരുടെ ഒരു ക്രിട്ടിക്കൽ മാസ് എന്ന് പറയുന്നത് 30%. കേരളത്തിൽ ബാക്കിയുള്ളവരുടെ ഭാഗ്യവശാൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നേതൃത്വം ഇരിക്കുന്നത് കൊണ്ട് വലിയ പൊട്ടിത്തെറിയോ പ്രശ്നമോ ഇല്ലാതെ പോകുന്നു. കാരണം മുസ്ലിം ലീഗ് എപ്പോഴും ഈ ഓവർപ്ലേ ചെയ്യാതെ ശ്രദ്ധിക്കുന്നവരാണ്. അവർക്കറിയാം ഇത് ഓവർപ്ലേ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പത്തിൽ ചാടും. ബട്ട് മുസ്ലിം ലീഗിനെ തന്നെ ഞെരുക്കുന്ന രീതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ട്, ജമായത്തെ ഇസ്ലാമി ശക്തികളൊക്കെ വളർന്നു കഴിഞ്ഞു. കേരളത്തിൽ ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDP തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഒരേ ലക്ഷ്യത്തോടെയാണ്. അവർക്ക് അവരുടെ ഇസ്ലാമിക ലക്ഷ്യം കൂടി ഉണ്ട്. അതല്ലാതെ മൊത്തം മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. മുസ്ലിം ലീഗിന് അതാണ് ധർമ്മസങ്കടവും. കുറച്ചെങ്കിലും ആ ഭാഗത്തേക്ക് നീങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് മുദ്രകുത്തപ്പെടും. ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മുസ്ലിം ലീഗിൽ മീശ വടിച്ച് താടി വെച്ച എത്ര പേരുണ്ട്? ആരുമില്ല. ഇല്ല. തലക്കെട്ടുള്ള എത്ര പേരുണ്ട്? അതുമില്ല. പാണക്കാട് തങ്ങൾ ഒരു തൊപ്പി വയ്ക്കും. പണ്ട് മുതലേ അവർ ഉള്ളതാണ്. അപ്പോൾ ഇതല്ലാതെ കാഴ്ചയിൽ ഇയാൾ മുസ്ലിമാണ് എന്ന് തോന്നിക്കുന്ന വേഷത്തിലല്ല മുസ്ലിം ലീഗ് നേതാക്കൾ. അത് ഡോക്ടർ മുനീർ ആയാലും ഷാഫി ചാലിയമായാലും സാധാരണ മനുഷ്യർ, എന്നെയും സുനിലിനെയും പോലെ ഉള്ള ആൾക്കാർ സാധാരണ ഷർട്ട്, മുണ്ട് ചിലപ്പോൾ എടുത്തോട്ടെടുത്തു വരും. അത് വലിയൊരു കാര്യമൊന്നും. ഇപ്പം തമിഴ്നാട്ടിലെ ഹിന്ദുക്കളും ഇടത്തോട്ടും കൊണ്ടുപോകും. ആ വലിയ സംഗതിയൊന്നുമല്ല. ബട്ട് മറ്റ് ഗ്രൂപ്പുകൾ നോക്കി, സമസ്ത, ഇവരെന്നൊക്കെ പറഞ്ഞു വരുന്നവർ എല്ലാം തലക്കെട്ടും ഡ്രസ് കോഡുണ്ട്. കാന്തപുരം ഉസ്താദ് നോക്കിയേ, മീശയില്ല, താടിയുണ്ട്. അപ്പോൾ അത് അവരൊരു അല്പം ടഫ് ആൾക്കാരാണ് എന്ന് കാഴ്ചയിൽ തന്നെ തോന്നും. യു ലുക്ക് അറ്റ് RSS വെറുതെ പൊട്ടൊന്നും തൊടാതെ ചരടുമൊന്നുമില്ല എന്നെപ്പോലെ നടക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അവരാണ് കൂടുതൽ. പക്ഷെ ചിലർ ഒരു ചന്ദനക്കുറി, അതിൻ്റെ നടുക്ക് ഒരു കുങ്കുമപ്പൊട്ട്, കഴുത്തിൽ രുദ്രാക്ഷമാല, മറ്റേ സ്ഫടികമാല, കയ്യിൽ ഈസ്റ്റ്മാൻ കളറിലൊരു 10-15 ചരട്. ഇതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ചേട്ടാ, ഒന്നുമില്ല. ബട്ട് യു ലുക്ക് വെരി ടഫ് ആൻഡ് റഫ് അല്ലേ?
കാണുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ എന്നുള്ള ഒരു. അപ്പോൾ ഈ ത്രൂ അപ്പിയറൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നൽ മുസ്ലിം ലീഗിൽ കുറവാണ്. അത് തന്നെ മറ്റുള്ളവരെ ഒരു ആക്രമിക്കാനുള്ള ആയുധമായിട്ട് ഇവർ ഉപയോഗിക്കുന്നു, ഈ റാഡിക്കൽ ഗ്രൂപ്പ്സ് ഉപയോഗിക്കുന്നു. റാഡിക്കൽ ഗ്രൂപ്പിൽ തന്നെ റാഡിക്കൽസ് വളരെ കുറവാണ്, അവരുടെ നേതൃത്വമാണ് റാഡിക്കൽ. ഇസ്ലാം സമൂഹത്തിൻ്റെ ഒരു ദുരിതം എന്താണെന്ന് വെച്ചാൽ, നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ഒരിക്കലും നേതൃത്വം കിട്ടില്ല. വോസിഫറസ് ആയിട്ടുള്ള സംസാരിക്കാൻ അറിയാവുന്ന ഇവരുടെ കയ്യിലേക്ക് നേതൃത്വം പോകും. ഇവരാണെങ്കിൽ തീവ്രവാദികളാണ്. അവരിൽ പലരും തീവ്രവാദികളല്ല, പക്ഷെ നേതൃത്വത്തിൽ നിൽക്കണമെങ്കിൽ തീവ്രവാദം പറയണം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് ഇവർ നിൽക്കുന്നത്. ബട്ട് എനിവേ, ഇഫ് ദർ പോപ്പുലേഷൻ ഈസ് മോർ ദാൻ 30%, വെദർ ദ സൊസൈറ്റി വാണ്ട്സ് ഓർ നോട്ട്, അവരുടെ ലീഡർഷിപ്പ് വിൽ ഗോ ഓൺ ഇൻക്രീസിങ് ദെയർ ഡിമാൻഡ്സ്. അപ്പോൾ ഇതാണ് വെള്ളാപ്പള്ളിയുടെ ഗ്രീവൻസ്. എവരി മിനിസ്ട്രി, LDF or UDF, അവർ മുസ്ലിങ്ങളുടെ ഡിമാൻഡിന് കീഴടങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രബല ശക്തിയായിട്ട് മുസ്ലിങ്ങൾ മാറിക്കഴിഞ്ഞു. വെള്ളാപ്പള്ളി പറയുന്നത് അവരിപ്പം മലപ്പുറം വിട്ടിട്ട് തിരുക്കൊച്ചിയിലും ഒക്കെ സീറ്റ് ചോദിക്കാൻ തുടങ്ങി. ഇപ്പോഴെല്ലാം ഓൾറെഡി അവരുടെ ഒരു സീറ്റുണ്ട്. 2 രീതിയിൽ മുസ്ലിങ്ങൾ സീറ്റ്, ഒന്ന് മുസ്ലിം ലീഗിൻ്റെ സീറ്റ്, പിന്നെ കോൺഗ്രസ്സിലെ മുസ്ലിം, കമ്മ്യൂണിസ്റ്റുകളിലെ മുസ്ലിം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചേർത്തല താലൂക്ക് എടുക്കുക. മാരാരിക്കുളം, ചേർത്തല, ആരൂർ, ഈ 3 നിയോജകമുണ്ടായിരുന്നു. ഇപ്പോൾ മാരാരിക്കുളം ഇല്ല, ആലപ്പുഴയാണ്. ആലപ്പുഴയ്ക്കുള്ളിൽ ആലപ്പുഴ ടൗണും ഇല്ല. ശവക്കോട്ടപ്പാലത്തിന് വടക്കോട്ടാണ് ആലപ്പുഴ. എന്ത് വാങ്ങിക്കോട്ടെ, ആലപ്പുഴ മാരാരിക്കുളം ഇല്ലാതെയാക്കി. മാരാരിക്കുളത്ത് നേരത്തെ ജയിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ PS കാർത്തികേയൻ, AV താമരാശൻ, ഇങ്ങനെയൊക്കെയുള്ള VS അച്യുതാനന്ദൻ, ഇവരൊക്കെയായിരുന്നു. ഇപ്പോഴോ PJ ഫ്രാൻസിസ്, അദ്ദേഹം മരിച്ചു എന്ന്, തോമസ് ഐസക്ക്, ക്രിസ്ത്യാനി ജയിക്കും. അരൂര് AM ആരിഫ് ജയിക്കും. AM ആരിഫ്, ഷാനിമോൾ ഉസ്മാൻ, ലുക്കറ്റ് നേരത്തെ ജയിച്ചുകൊണ്ടിരുന്ന ആരാ, CJ സദാശിവൻ, PS കാർത്തികേയൻ, KR ഗൗരിയമ്മ ഒക്കെ ഹിന്ദുവാണ്, പാർട്ടി ഏത് വാങ്ങിക്കോട്ടെ. ബട്ട് ഇപ്പോൾ അത് ആരിഫ്, ഷാനിമോൾ ഉസ്മാൻ, അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ചേർത്തലയുടെ ഒരു കഷ്ണം, മുസ്ലിം ഭൂരിപക്ഷമുള്ള വടുതല എന്നൊക്കെ പറയുന്ന ആ സ്ഥലം അരൂരേക്ക് ചേർക്കാനായിട്ട് ചെങ്ങണ്ട മുതൽ അരൂക്കുറ്റി വരെയുള്ള സ്ഥലങ്ങളെടുത്തിട്ട് അരൂരേക്ക് ചേർത്തു. അപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം ഒന്നുകൂടെ കൂടി അരൂരിൽ. ഇങ്ങനെ ചേർത്തല താലൂക്ക് മാത്രമായിട്ട് എടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷം, കേരളത്തിൽ തന്നെ എങ്കിലും 83% ഹിന്ദുസാണ് ചേർത്തല താലൂക്കിൽ. അപ്പം ജയിക്കില്ല. ജയിക്കുന്നത് ചേർത്തലയിൽ മാത്രം. അതും AK ആൻ്റണി മത്സരിക്കുന്നില്ലെങ്കിൽ. AK ആൻ്റണി മത്സരിച്ചാൽ അതും. കാരണം നമ്മുടെ ശബരിമല പ്രശ്നം കഴിഞ്ഞ് ഒരു സീറ്റ് കിട്ടിയല്ലോ CPM-ന്, ആരിഫിനെ ജയിപ്പിച്ചത് ചേർത്തലയിലെ ഹിന്ദുക്കളാണ്. ബാക്കി എല്ലാ നിയോജകമണ്ഡലവും എണ്ണിക്കഴിഞ്ഞപ്പോൾ 10,000 വോട്ടിന് പുറകിലായിരുന്ന ആരിഫ് ചേർത്തലയിൽ 18,000 വോട്ടിന്, മുഴുവൻ ഹിന്ദുക്കളാണ്, 18,000 വോട്ടിന് ലീഡ് ചെയ്തു. അങ്ങനെ 8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആരിഫ് വന്നു. ചേർത്തലക്കാരുടെ സ്വഭാവമാണ്, സെക്യുലറാണ്. ബട്ട് അതേഴ്സ് ബീയിങ് സെക്യുലർ, ഹിന്ദുക്കളായിട്ട് വോട്ട് ബാങ്കായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊന്നും കിട്ടില്ല. ഈഴവൻ എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ പെർഫെക്റ്റ്ലി ഇക്കാര്യത്തിൽ കുമാരനാശാൻ്റെ ലൈനിലാണ്. ഹിസ്റ്റോറിക്കലി നോക്കിയോ, SN ട്രസ്റ്റിൻ്റെയും SNDPയുടെയും തലപ്പത്ത് ഒരേ സമയത്ത് എത്തിയ 2 പേരേ ഉള്ളൂ. ഒന്ന് കുമാരനാശാൻ, രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ആ സ്റ്റേച്ചറിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കുമാരനാശാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുമുണ്ട്. ബട്ട് ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും ഈ പറഞ്ഞ SNDPയുടെ ഭൂരിഭാഗം നേതാക്കളും ഈഴവർ പൊതുവെ CPM-ന് വോട്ട് ചെയ്യുമെന്ന് പറയും. ബട്ട് SNDP നേതൃത്വം എടുത്ത് നോക്കിക്കോ, അവർ കോൺഗ്രസ്സുകാരാണ്, R ശങ്കർ മുതൽ ഇങ്ങോട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, R ശങ്കറിന് ശേഷം കോൺഗ്രസ്സിന് UDFൻ്റെ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാവാത്തത് എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഈ ചോദ്യമൊന്നും ചോദിക്കണം.
യു ഹാവ് ടു ഹാവ് എ ചീഫ് മിനിസ്റ്റർ ഫസ്റ്റ്. ഈഴവർക്ക് ഈഴവർ വലിയൊരു മറ്റ് സമുദായങ്ങൾക്ക് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഉള്ളതിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുവിനെ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുവിനകത്ത് ഭൂരിപക്ഷം ഈഴവരാണ്. ഈഴവരുടെ ഒരു മുഖ്യമന്ത്രി വരട്ടെ. അടൂർ പ്രകാശിനെ പോലുള്ളവരൊക്കെ ഉണ്ട് കോൺഗ്രസിൽ. എത്രയോ പേരുണ്ട്. ഞാൻ അടൂർ പ്രകാശിൻ്റെ പേര് മനസ്സിൽ വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരു വിഷയമാണ് കേരള പൊളിറ്റിക്സിൽ. ഈ ചോദ്യം വെള്ളാപ്പള്ളി ചോദിച്ചു കഴിഞ്ഞാൽ കേരള പൊളിറ്റിക്സ് തന്നെ മാറി മറിയും. എന്നെ പോലുള്ളവർ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെള്ളാപ്പള്ളി ചോദിക്കണം വൈ. പക്ഷെ അത് ആ ഭാഗം വെള്ളാപ്പള്ളി അഡ്രസ്സ് ചെയ്തില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞതൊരു ഒരു മിസ്റ്റേക്കും കൂടെ ഉണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞു, ഇപ്പോൾ പിണറായി വിജയനുണ്ട്, ഇനിയൊരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞാൽ പിണറായി വിജയൻ ഈഴവനാണെന്ന് വിചാരിക്കും. ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് പിണറായി വിജയൻ ഈഴവനല്ല, തീയനാണ്. അതുമല്ല, അദ്ദേഹത്തിൻ്റെ ജാതി, ഞാൻ ജാതിയൊന്നും പറയാൻ ആഗ്രഹിക്കും. ഈഴവൻ, വെള്ളാപ്പള്ളി മനസ്സിൽ ഉദ്ദേശിക്കുന്നൊരു ഈഴവനുണ്ടല്ലോ, അതല്ല പിണറായി വിജയൻ. ദാറ്റ് ഐ എം ഷുവർ. എനിവേ, അത് പോട്ട് നമ്മൾ പൊതുവേ ഈ ജാതിയിട്ട് കളിക്കാത്തത് കൊണ്ട് നമുക്ക് പലരുടെയും കൃത്യം ജാതിയൊന്നും അറിയില്ല. അറിയാമെന്ന് നമ്മൾ ധരിക്കുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് ഇതല്ല എന്ന് പറയുന്നു. അയ്യോ അല്ലേ, അത് ശരി, ഇത്രയും കാലം ഞാനിങ്ങനെ അല്ലേ, പുള്ളി കല്യാണം കഴിക്കുന്നത് അവിടെയാണല്ലോ, അത് മിക്സഡ് മാരേജ് ആയിരുന്നു, അല്ലേ, ജാതിയൊന്നും നോക്കിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇത് വരും. എന്ത് വാങ്ങിക്കോട്ടെ, ഇപ്പോൾ LDFനെ പറ്റി അദ്ദേഹം അടിച്ച കമൻറ്റ് UDFനെ പറ്റി പറയട്ടെ. UDFൽ എത്ര വർഷം R ശങ്കർ എന്ന 1964, അതിന് ശേഷം 1964 ശേഷം UDF എന്ന് പറയുന്ന, അന്ന് UDF ഇല്ല, എന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായില്ല. അപ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? ആ ചോദ്യം വെള്ളാപ്പള്ളി ഉന്നയിച്ചാൽ കേരള രാഷ്ട്രീയം കലങ്ങിമറിയും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞു. അതെ, അത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വരും. പക്ഷേ ഇത് എനിവേ, ഞാൻ പറയുന്നത് യു ഹാവ് എൻറ്റേർഡ് ഇൻ ടു ദ ഏരിയ ഓഫ് മുസ്ലിം പൊളിറ്റിക്സ്. അത് കൊള്ളേണ്ടത് കൊണ്ട്, അതുകൊണ്ടാണ് പ്രായണ ശാന്തനായ കുഞ്ഞാലിക്കുട്ടി പൊട്ടിത്തെറിച്ചത്. കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം ഈ കാർന്നൂർ പറയുന്നത് സത്യമാണ്. ഈ സത്യം കേട്ട് കഴിയുമ്പോൾ ഈ സംസ്കൃതത്തിൽ ശേഷം ക്രോധേന പൂരയെത്തുന്നു, ദേഷ്യം കൊണ്ട് പൂരിപ്പിക്കുക. നമുക്കൊന്നും പറയാനില്ല. അവ പിന്നെ പോടാ നീ തല്ലിപ്പൊളി വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞാൽ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞാൽ ചൂടാവും. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, അങ്ങനെ സത്യം പറയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ, അതൊരു ഭാഗ്യമാണ്. അല്ല, കേരളത്തിൽ നിങ്ങൾ ഇസ്ലാമിനെ വെല്ലുവിളിക്കുകയോ ഇസ്ലാമിനെ കുഴപ്പത്തിലാക്കുകയോ ചെയ്താൽ അതിനെ വർഗീയം എന്ന് പറയും. അതെ, ഇസ്ലാം മതം എന്ന് പറയുന്നത് സ്വർഗീയമാണ്, അതിനെ തൊട്ടുകൂടാ. ബാക്കി ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ചീത്ത പറയാം. അതുകൊണ്ടാണ് ഞാൻ ജാതി പറഞ്ഞ് കേരളത്തിൽ വഴക്കുണ്ടാക്കാൻ ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വാസ്തവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ജാതി പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് തെറ്റാണ്. മതം പറഞ്ഞോ ജാതി പറഞ്ഞോ ആൾക്കാരെ തമ്മിലടിപ്പിച്ചുകൂടാന്നാണ്. ബട്ട് ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കുക ഒരു കുഴപ്പമില്ല. ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. അതുകൊണ്ടാണ് ഞാൻ വെള്ളാപ്പള്ളി ഈ ജാതി ചോദിക്കുക. R ശങ്കറിന് ശേഷം ഈഴവർക്ക് മുഖ്യമന്ത്രി ഇല്ലാതെ പോയി UDFൽ, അതെന്താ സതീശ എന്ന് ചോദിക്കുക. ഇപ്പോൾ സതീശൻ വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്നാണ് വിളിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം വർഗീയവാദി എന്ന് വിളിക്കില്ല, ജാതിവാദി എന്ന് വിളിക്കുള്ളൂ. ജാതിവാദി എന്ന് വിളിക്കില്ല, വിളിക്കാനുള്ള ധൈര്യമില്ല. ജാതിവാദി എന്നുള്ള പേര് അക്സെപ്റ്റബിൾ അല്ല രാഷ്ട്രീയത്തിൽ. ഏതായാലും വെള്ളാപ്പള്ളി നമ്മുടെ ഈ TG പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.